ഹലോ. അപ്പം ഇന്ന് എൻ്റെ കുട്ടി ആദ്യമായിട്ട് അവള് എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഉമ്മച്ചി ഞാൻ ചെയ്യാം, ഞാൻ വലുതായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തീരും തരില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്തായാലും കുട്ടിക്ക് ഒരു അവസരം കൊടുക്കാം. അങ്ങനെ എൻ്റെ മോള് വന്നിട്ട് ഞാനിങ്ങനെ സവാളൊക്കെ അരിഞ്ഞ് വെക്കുമ്പോഴാണ് കേട്ടോ, ഉമ്മച്ചി ഞാൻ ഉണ്ടാക്കാം, ഞാൻ LKG-യിലായില്ലേ, ഞാൻ വലിയ കുട്ടിയായി ഇനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചകടി. അപ്പം ഞാൻ മുട്ട പൊട്ടിപ്പിച്ച് നോക്കി. അങ്ങനെ കുറച്ച് അവർ ഈ വീഡിയോ ഒക്കെ കാണാറുണ്ടേ, ഏകദേശം എങ്ങനെയാണെന്നൊക്കെ അവർക്കറിയാം. നമ്മളെ പോലെ അല്ലല്ലോ, അവർ കുറച്ചുകൂടെ എന്താ പറയുക, എന്തിനെക്കുറിച്ചൊരു ഇതുണ്ടാവും, അവർക്കൊരു എന്താ പറയുക, അവർക്ക് ഇതുണ്ടാവും, അവർ ശ്രദ്ധിക്കുകയല്ലേ ചുറ്റുപാടും. അങ്ങനെ അവള് മുട്ടക്കും ശരിക്കും പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കളയണില്ല കേട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചില സംസാരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതാവും. അങ്ങനെ അവൾ മുട്ട പൊട്ടിച്ച് ശരിക്കും ഒഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ചെയ്ത് അപ്പോൾ ചെറുതായിട്ട് ഞാനും സഹായിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അവൾ ഇത് എനിക്ക് ഉണ്ടാക്കണത്, അതിലാണ് പച്ചമുളക്. പിള്ളേർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒട്ടും പച്ചമുളക് ഇടാറില്ല, കാരണം എങ്ങാനും അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകത്ത് ഉണ്ടാവണ്ട, അത് അത്രയും കരച്ചിലാവും. അതുകൊണ്ട് ഞാൻ അതിൽ മറ്റേ ഇത് ഇടാറുണ്ട്, മുരിങ്ങയുടെ ഇല. ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ മുരിങ്ങയുടെ ഇല അധികം അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടില്ലല്ലോ, അത് കാരണം ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മറ്റേ വീട്ടിലെന്ന് വെച്ചാൽ മുരിങ്ങയുടെ ഇല എപ്പോഴും നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു. അങ്ങനെ മുട്ട അവൾ ഒഴിച്ചു, അടിപൊളിയായിട്ട് ഒഴിച്ചൊക്കെ. ആദ്യം ഒഴിച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഞാൻ ഒഴിക്കില്ല ഉമ്മച്ചി, എനിക്ക് പേടിയാണ്, എൻ്റെ മേത്ത് തെറിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നല്ല രണ്ടാമത്തെ ആൾക്ക് ധൈര്യം, ആൾ തന്നെ ഒഴിച്ചു. മറ്റേത് ഞാൻ കൈ പിടിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ എൻ്റെ ഇടയിൽ കൈ ചാപ്പി എന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടേടി എന്ന് പറയുന്നുണ്ടായിട്ടാ. അങ്ങനെ ഉപ്പരാൾ ഇത് നോക്കിയിട്ട് എങ്ങനെ. പിന്നെ നമ്മളെ കുട്ടിയുടെ അഭിപ്രായം കേക്കട്ടെ. എങ്ങനെ മുട്ട ഉണ്ടാക്കുക? ഓക്കെ. പിന്നെ ഫ്രൈ പാനിൽ കഴിഞ്ഞു. ചോറ് കൂട്ടി തിന്നു. മുട്ട. അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.